നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അതൊരു പ്രയോഗമാണ്. മനുഷ്യർ വന്നിട്ട് തലയുടെ മേളിൽ കൂടെ ചവിട്ടി കയറി പോകുന്നുള്ളതല്ല. പക്ഷേ പലപ്പോഴും മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികളുടെ പിന്നിൽ മനുഷ്യർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, പ്രതിസന്ധികൾ വരുത്തുന്നത് മനുഷ്യർ തന്നെയാവും. ആവാം എന്നല്ല, അതിനാണ് സാധ്യത, അതാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ അതും ദൈവം അനുവദിച്ചിട്ടാണ്. അതാണ് ഭക്തൻ പറയുന്നത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. തല നിറച്ച പ്രശ്നങ്ങൾ, ഉറങ്ങാൻ കഴിയാത്തതുപോലുള്ളതായ പ്രതിസന്ധികൾ, നെടുവീർപ്പുകൾ, ചുടുനിശ്വാസങ്ങൾ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇത്തരം ചില അനുഭവങ്ങൾ വന്നിട്ടില്ലേ? അതെ, ദൈവമേ നീ അറിഞ്ഞിട്ടാണ്, നിനക്കറിയാം, അങ്ങ് അനുവദിച്ചിട്ടാണ് ഞങ്ങളുടെ തലയിൽ മറ്റുള്ളവരിൽ നിന്നുള്ളതായ പരിഹാസങ്ങൾ, നിന്ദകൾ, ഞങ്ങളുടെ ജീവിതത്തിലെ പാളിച്ചകൾ മൂലം ഉണ്ടായ പ്രതിസന്ധികൾ. ആ സന്ദർഭത്തിലൊക്കെ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കും ഇങ്ങനെ പറയാൻ കഴിയും, മനുഷ്യർ ഞങ്ങളുടെ തലമേൽ കയറി ഓടുകയായി. അടുത്ത വാക്യം പറയുന്നത്, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. അഗ്നിജ്വാല പോലെയുള്ള, തീച്ചൂളയുടേതുപോലുള്ളതായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, മുക്കിക്കളയുന്നത് പോലുള്ളതായ തിരകളും തിരമാലകളും അണപൊട്ടി ഒഴുകുന്നത് പോലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വെള്ളച്ചാട്ടം പോലെ ജീവിതത്തിന് നേരെ വന്നിട്ടില്ലേ? ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എന്നാൽ അടുത്ത വാക്യം, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. എന്നും വെള്ളച്ചാട്ടമില്ല, എന്നും തീയില്ല, എന്നും മനുഷ്യർ തലയിലൂടെ കയറി ഓടുകയില്ല. ഇന്നലകൾ അതാണെങ്കിൽ ഇന്നുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇന്നുകൾ അതാണെങ്കിൽ ഒരു നാളെ ഉണ്ടാകും. സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്ന ഒരു ദിവസം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് എൻ്റെ ആലയത്തിലേക്ക് വരും, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും.